ആദ്യമായി ഈ ഇങ്ങനെയൊരു സദസ്സിൽ അധ്യക്ഷനായി കിഴക്കേക്കൽട ശ്രീനാരായണ ഗുരുകുലത്തിന്റെ പ്രതിനിധിയായി എന്നെ ക്ഷണിച്ച ഇതിന്റെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാരവാഹികളെ ഞാൻ എന്റെയും ശ്രീനാരായണ ഗുരുകുലത്തിന്റെയും നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്ര ആരാധനകൾ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഹൈന്ദവ വിഭാഗത്തിൽ മൂല്യബോധമുള്ള അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു സംവിധാനങ്ങൾ മിക്ക ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മൂല്യബോധമുള്ള അറിവുകൾ കൊടുക്കാത്തതിന്റെ പേരിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്ന ആളുകളും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ്. മറ്റ് നമ്മുടെ സഹോദര സമുദായങ്ങളായ ക്രിസ്തീയ സമുദായവും അതുപോലെ തന്നെ മുസ്ലിം സമുദായങ്ങളിലുമൊക്കെ അവരവരുടെ മതത്തിന്റെ കെട്ടുറപ്പിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടുന്ന അറിവുകൾ പകർന്നു നൽകി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിലൊന്നും കൂടുതൽ അഗതികളും അനാഥരുമില്ലാത്ത സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. അതിനൊക്കെ ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരുമാണ്. കുട്ടിക്കാലത്ത് തന്നെ മൂല്യബോധമുള്ള വിദ്യാഭ്യാസം നൽകുക, ആ മൂല്യബോധമുള്ള വിദ്യാഭ്യാസത്തിലൂടെ നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുതകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഇത്തരത്തിലൊരു പരിപാടിയുമായി കുറെ അധികം ആളുകൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും അവരെ തന്നെ വലിയ ഭഗീരഥമായ പ്രയത്നം നടത്തി ഒരു ക്ഷേത്രം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമത്തിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടുന്ന ഗീതാ പഠന ക്ലാസുകളും മറ്ററിവുകൾ പകർന്നു കൊടുക്കുന്ന സംവിധാനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതായി എനിക്ക് ഈ നോട്ടീസ് വായിച്ചപ്പോൾ അറിയാൻ കഴിയും. അത് വളരെ അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. അതിലെ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഞാൻ ഒരു ദീർഘമായ അധ്യക്ഷ പ്രവർത്തനം നടത്തി. നിങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നത്തെ പ്രധാന വിഷയമായ ആത്മീയ സദസ്സ്, ആ ആത്മീയ സദസ്സിലെ ഭഗവത്ഗീത നിത്യജീവിതത്തിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് പകർന്നു നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സംപൂജ്യ സ്വാമി, സമ്പോധ് ഫൗണ്ടേഷന്റെ സംപൂജ്യ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായ ഒരു ദീർഘമായ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി മുതിരുന്നില്ല. ഇത്തരത്തിലുള്ള അറിവുകൾ ഇന്ന് ഈ പരിപാടിയുടെ നോട്ടീസിൽ 10 ദിവസ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഇതുപോലെയുള്ള ആത്മീയ സദസ്സുകളാണ്. ഈ ആത്മീയ സദസ്സുകളിൽ നിന്ന് നമ്മൾ മുതിർന്ന ആളുകൾ മാത്രമല്ല, നമ്മളുടെ വീടുകളിലെ കുട്ടികൾ, നമുക്കറിയാം ഒരു 9 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന അറിവ് അവന്റെ ജീവിത അവസാനം വരെ അവന്റെ ബോധമണ്ഡലത്തിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കും. അതുകൊണ്ട് കുട്ടികളെ ഈ ഇത്തരത്തിലുള്ള പരിപാടികളിൽ വീട്ടിലുള്ള കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ അറിവുകൾ പകർന്നു കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം രക്ഷിതാക്കളും ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
ഈ ആത്മീയ സദസ്സിന്റെ വിഷയം ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്നുള്ള വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആദരണീയനായ സംപൂജ്യ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ वागीशाद्यासु मनस सर्वार्थानामुपक्रमे यन्नत्वा कृतकृत्या स्युः तन्नमामि गजाननम्। दोर्भिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां दधाना हस्तेनैकेन पद्मम् सितमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना। सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमामस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഈ ഗ്രാമോത്സവം വളരെ ദൂരക്കാഴ്ചയോടെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ആത്മീയ സദസ്സുകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകിക്കൊണ്ട് വിഭാവനം ചെയ്ത ഇതിൻ്റെ സംഘാടകരെ ഹൃദയംഗമമായി അഭിനന്ദിക്കട്ടെ. സംസാരിക്കാൻ എത്തിച്ചേരുന്ന പ്രഭാഷകരൊക്കെ സമാജത്തിൽ ആത്മീയ വിഷയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. വരും ദിവസങ്ങളിൽ അവരുടെയൊക്കെ പ്രഭാഷണം കൂടുതൽ ഫലവത്തായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് സംസാരിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിഷയം ഭഗവത്ഗീതയുടെ ദൈനംദിന പ്രാധാന്യം
നിത്യജീവിതത്തിൽ ഭഗവത്ഗീത എങ്ങനെയാണ് പ്രസക്തമാവുന്നത്, എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? ഈ വിഷയം എത്ര വേണമെങ്കിലും വിസ്തരിച്ച് പറയാം. സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഏതാനും ആശയങ്ങൾ ആരംഭിക്കുന്നു. തുടർന്ന് ഇതിൻ്റെ വിശദമായ വിശകലനത്തിനും പഠനത്തിനും പ്രയോജനത്തിനുമൊക്കെ വേദികൾ ഉണ്ടാവട്ടെ എന്ന് സങ്കല്പിക്കുകയാണ്. ഗീതോപദേശത്തെ സംബന്ധിച്ച് പ്രത്യേകം നിത്യജീവിതത്തിൽ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയാൻ സൗകര്യം ഏറും. ഭഗവത്ഗീത ഉപദേശം ഗൗരവമുള്ള ആത്മവിഷയത്തെക്കുറിച്ചാണ് നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ ഗീതോപദേശത്തിൻ്റെ പശ്ചാത്തലം, ഉപദേശിക്കപ്പെട്ട സന്ദർഭം, ഉപദേശിക്കപ്പെട്ട ചുറ്റുപാട്, അത് നമ്മെ അത്ഭുതപ്പെടുത്തും. ഭഗവത്ഗീതോപദേശം മഹത്തായ ആത്മീയ ഉപദേശം അത് സംഭവിച്ചത് ആശ്രമ അന്തരീക്ഷത്തിലല്ല, ഏതെങ്കിലും ഗുഹകളിലല്ല, നദീതീരങ്ങളിലോ അല്ലെങ്കിൽ കാനനങ്ങളിലോ ഒന്നും അല്ല. പൊതുവെ ഉപനിഷത്ത് ഉപദേശങ്ങളൊക്കെ നടക്കുക അത്തരം ചുറ്റുപാടുകളിലാണ്. മറിച്ച് നമ്മെ അത്ഭുതപ്പെടുത്തുമാറ് ഈ ഉപദേശം സംഭവിച്ചിരിക്കുന്നത് യുദ്ധക്കളത്തിലാണ്. ആ യുദ്ധക്കളത്തിൻ്റെ പ്രത്യേകത ഒരുപാട് മഹത്തായ കർമ്മങ്ങൾ കൊണ്ട് ധർമ്മക്ഷേത്രം എന്ന പ്രകീർത്തിതമായ യുദ്ധക്കളമാണ്. അതുകൊണ്ട് ഭഗവത്ഗീത ആരംഭിക്കുന്ന സമയത്ത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന പ്രയോഗമുണ്ട്. ഒരുപാട് ധാർമ്മികമായ കാര്യങ്ങൾ നടന്നിട്ടുള്ള പ്രദേശമായതുകൊണ്ട് ധർമ്മക്ഷേത്രം. കുരുക്ഷേത്രം എന്ന ആ പ്രദേശത്തിന് പേര് വന്നു. അതിൻ്റെ പിറകിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം കുരു അഥവാ കുരു എന്ന വാക്കിന് അർത്ഥം ചെയ്യൂ എന്നാണ്. ചെയ്യൂ എന്ന് നമ്മെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം. കുരുക്ഷേത്രം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥത്തെ വിശകലനം ചെയ്താൽ നമ്മളെല്ലാവരും കുരുക്ഷേത്രത്തിലാണ് എന്ന് പറയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് ആർക്കും ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ല. കുരു 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 അഥവാ ചെയ്യൂ 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 എന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ നാട് വിട്ടുപോവുക എന്ന ഒരു സമ്പ്രദായം കൂടുതലായിട്ടുണ്ടായിരുന്നു. എന്തിനാ നാട് വിട്ടു പോണത്? നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. എന്ത് പറ്റി? ജോലിയൊന്നും ആയില്ല. നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഒന്നും ആയില്ലേ? അപ്പൊ ഒരു സുപ്രഭാതത്തിൽ നാട് വിട്ടുപോയി. ഈ നാട് വിട്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ചെയ്തു വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എത്തിയിടത്ത് വീണ്ടും നമ്മെ ചെയ്യാൻ നിർബന്ധിക്കും.
ഒരിടത്തേക്കും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ചെയ്തേ തീരൂ. അപ്പൊ ചെയ്യൂ ചെയ്യൂ എന്ന് നിർബന്ധിക്കുന്ന ക്ഷേത്രത്തിലാണ് ഉപദേശം നടന്നത്. ആ ക്ഷേത്രത്തെ ഭഗവത്ഗീത നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കുരുക്ഷേത്രത്തിലാണ് എന്ന് സ്വീകരിക്കാം. ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. നമ്മളെല്ലാവരും ചെയ്യാൻ നിർബന്ധിതരാണ്. കൊച്ചുകുട്ടികൾ പല കാര്യങ്ങളിലും മടി കാണിക്കും. കാലത്തെണീക്കാൻ കുട്ടികൾക്ക് മടിയാണ്. പിന്നെ അവർ വളരെ വിഷമത്തോടുകൂടി ചിന്തിക്കുന്ന കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്. കുളിക്കാൻ മടി. ഈ കുളിക്കാനുള്ള മടി വലുതായാലും പലർക്കും കാണാം. അതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മടിയുണ്ട്, പക്ഷേ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെയുള്ള കുരുക്ഷേത്രത്തിൽ ചെയ്യാൻ നിർബന്ധിക്കുന്ന ചുറ്റുപാടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയോ എന്ന ഒരു ചോദ്യം. ഭഗവത്ഗീത പറയുന്നത് അങ്ങനെ തോന്നിയോണൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇതാണ് ഗീതോപദേശം. അങ്ങനെ ചെയ്താൽ എന്താ ഗുണം? ചെയ്യാതിരുന്നാലുള്ള ദോഷം അത് നീങ്ങി കിട്ടും. ചെയ്യാതിരിക്കാൻ ആലോചിച്ചു ആര്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശം സ്വീകരിക്കുന്ന പാർത്ഥൻ അല്ലെങ്കിൽ അർജുനൻ. അർജുനൻ എന്താ തീരുമാനിച്ചത്? ചെയ്യണില്ല എന്ന് തീരുമാനിച്ചു. എന്ത് ചെയ്യണില്ല എന്ന് തീരുമാനിച്ചു? യുദ്ധം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ചെയ്യേണ്ട ഒന്ന് ചെയ്തില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതെന്താ ചെയ്യാൻ തീരുമാനിച്ചത്? അർജുനൻ തീരുമാനിച്ചത് കാട്ടിലേക്ക് പോകാം എന്നാണ്. കാട്ടിൽ പോയിട്ടോ അവിടെ തപസ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി അർജുനൻ ഉപയോഗിച്ച വാക്ക് ഭിക്ഷാടനത്തിന് പോവാം എന്നാണ്. കാട്ടിൽ പോവാം, അല്ലെങ്കിൽ വാനപ്രസ്ഥിയുടെയോ അല്ലെങ്കിൽ സന്യാസിയുടെയോ ജീവിതം നയിക്കാം. ഇതാണ് അർജുനൻ പകരമായി തീരുമാനിച്ചത്. ഭഗവാൻ പറയുന്നു അത് പറ്റില്ല. അർജുനൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല? അർജുനൻ കാരണമായിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ ഭഗവാനോട് ചോദിക്കുന്നു. എന്താ ഭഗവാനോട് ചോദിക്കുന്നത്? കഥം ഭീഷ്മമഹം സംഘ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഹേ ഭഗവാനെ, ഞാൻ വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. പൂജാപുഷ്പങ്ങളെ കൊണ്ട് പൂജിക്കേണ്ട പാദപത്മങ്ങളോടുകൂടിയവരാണ് ഭീഷ്മദ്രോണാദികൾ. ഭീഷ്മര് എന്റെ മുത്തശ്ശനാണ്. സകല ശാസ്ത്രജ്ഞാനമുള്ള ശാസ്ത്രജ്ഞാനം എന്ന് പറഞ്ഞാല് വേദേതിഹാസ പുരാണങ്ങളിലൊക്കെ അറിവുള്ള ആള്. ശാസ്ത്രജ്ഞാനം എന്ന് പറഞ്ഞ ആയുധ വിഷയത്തിൽ അഗ്രഗണ്യനാണ് ഭീഷ്മര്. അങ്ങനെയുള്ള എന്നോട് വളരെ വാത്സല്യപൂർവം പെരുമാറിയ മുത്തച്ഛന്റെ പാദപത്മങ്ങളിൽ പൂജ ചെയ്യാൻ ഞാൻ നിയുക്തനാണ്. പക്ഷെ ഇവിടെ വന്നു ചേർന്ന ഒരു ദൗർഭാഗ്യം നോക്കണേ. ഈ മുത്തച്ഛന്റെ ഹൃദയത്തിലേക്ക് കാരിരുമ്പ് എഴുത് തറപ്പിക്കേണ്ട ഗതികേട് എനിക്ക് വന്നിരിക്കുന്നു. ദ്രോണാചാര്യര് എന്നിലേറെ വാത്സല്യം ചൊരിഞ്ഞ ഗുരുനാഥനാണ്. ആ
ഗുരുനാഥനെയും കൊല്ലാനുള്ള ഗതികേട് എനിക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ഭഗവാനെ. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു. എന്താ തീരുമാനിക്കുന്നത്? ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഈ ഗുരുക്കന്മാരെ ഹനിക്കുന്നതിനേക്കാൾ, കൊല്ലുന്നതിനേക്കാൾ ഭൈക്ഷ്യം, ഭിക്ഷാന്നം ഭുജിച്ച് ജീവിക്കുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തേര് പുറത്തേക്ക് തെളിച്ചു വിടും. ഞാൻ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കുരുക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് ചെയ്യുന്നതിന് പകരം ഒളിച്ചോടിപ്പോകുന്ന അർജുനത്വം, ഇത് നമ്മുടെയൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രകാരത്തിൽ പഠിക്കണമെന്ന് പറയുന്നത്. നമുക്കും ചെയ്യാനുള്ളത് ചെയ്യാൻ മടി തോന്നുന്നു, ചെയ്യേണ്ടാത്തത് പലതും ചെയ്യാൻ ആവേശം തോന്നുന്നു, താല്പര്യം തോന്നുന്നു. ഭഗവത്ഗീതയ്ക്ക് ഒട്ടനവധി വ്യാഖ്യാനങ്ങൾ ഉള്ളതിൽ ഏറ്റവും ഉത്തമ വ്യാഖ്യാനമെന്ന് പലരും പ്രകീർത്തിക്കുന്നത് ശങ്കര ഭഗവത്പാദരുടെ വ്യാഖ്യാനമാണ്. ശങ്കരാചാര്യർ എഴുതിയ വ്യാഖ്യാനമാണ്. ശങ്കരാചാര്യർ പറയുന്നത് അർജുനനെ ഒരു രോഗം ബാധിച്ചു എന്നാണ്. എന്താ അർജുനനെ ബാധിച്ച രോഗം? അഹം ഏഷാം മമ ഏതേ, ഞാൻ ഇവരുടേതൊക്കെയാണ്, ഇവർ എന്റേതുമാണ്. ഈ ഒരു ചിന്തയെ അഹന്ത മമത എന്ന് പറയും. ഞാനെന്നും എന്റേതെന്നുമുള്ള ചിന്ത. ഈ ചിന്ത പുലർത്തി ജീവിക്കാൻ തുടങ്ങിയാൽ അത് സങ്കടങ്ങളെ ആവാഹിച്ചുകൊണ്ടേയിരിക്കും. കാരണം ലോകത്തിൽ ഞാനെന്ന ഭാവമോ എന്റേതെന്ന ഭാവമോ ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ ശല്യമില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഞാനെന്ന ഭാവം പുലർത്തുന്നുവോ ശിക്ഷ ഉറപ്പാണ്. ഈ ഞാനെന്ന ഭാവം എന്ന് പറയുമ്പോൾ ആത്മീയ വിചാരത്തിൽ ഞാൻ കേമനാണ് എന്ന് ചിന്തിക്കുന്നത് മാത്രമല്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്നതും ആത്മീയ ദൃഷ്ടിയിൽ അഹന്തയാണ്. എന്റേതെന്ന് നമുക്ക് എന്തിനെ കുറിച്ചൊക്കെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ പറ്റും. അങ്ങനെ അവകാശപ്പെടാൻ പോയാൽ വളരെ നിസ്സാരമായതിനെ മാത്രമേ നമുക്ക് നമ്മുടേതെന്ന് അവകാശപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള അവകാശവാദവും പക്ഷേ എന്നെന്നും നിലനിർത്താൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയുണ്ടാവും. ലോകത്തിൽ നിറയെ അനിശ്ചിതത്വമുണ്ട്. പൂന്താനം വളരെ ലളിതമായ ഭാഷയിൽ മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്ന കാര്യവും കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്ന കാര്യമൊക്കെ പറയുന്നു. ഇത് നമുക്ക് ചുറ്റുപാടും ഒരുപാട് ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധിക്കുന്നതാണ്. ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നലെ വരെ വളരെ ധനാഢ്യനായി വിജയിച്ച് വിരാജിച്ച ഒരാൾ ഇന്നാകെ കടം കയറി ദരിദ്രനായി പോകുന്നു. മറ്റൊരാളാകട്ടെ നല്ല ആരോഗ്യത്തോടുകൂടി ഓടി നടന്നതാ, പെട്ടെന്ന് ആരോഗ്യം ക്ഷയിച്ചു. ചിലർ മരിച്ചെന്നും ഇരിക്കും. അതിനെയാണ് പൂന്താനം തണ്ടിലേറ്റുന്നു എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള അനിശ്ചിതത്വങ്ങളുടെ ഇടയിൽ എങ്ങനെ ജീവിക്കണം എന്ന കലയാണ് ഭഗവത്ഗീതയൊക്കെ. എന്താണ് മൂല്യം എന്നത് വളരെ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അടിസ്ഥാനപരമായ മൂല്യത്തെക്കുറിച്ചാണ്
ഇപ്പോൾ സൂചിപ്പിച്ചത് അടിസ്ഥാനപരമായ മൂല്യം ഞാൻ എന്ന അഹന്തയും ഞാൻ എല്ലാറ്റിനും കൊള്ളാമെന്നുള്ള തോന്നലും ഒന്നിനും കൊള്ളില്ലെന്ന തോന്നലും അതിക്രമിക്കാൻ സാധിക്കണം. എന്റേത് എന്ന് വളച്ചുകെട്ടി ചിന്തിക്കുന്നതിൽ നിന്നും നാം ജയിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ എന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും പോഷണത്തിനും കാരണമായ സൂര്യപ്രകാശത്തെ വളച്ചുകെട്ടി എന്റേതെന്ന് അവകാശപ്പെടാൻ എനിക്ക് സാധിക്കില്ല. വായുമണ്ഡലത്തിന് വേലി കെട്ടി എന്റേതെന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. വെള്ളത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പക്ഷെ വെള്ളത്തിന്റെ കാര്യം വരുമ്പോഴേക്കും നമ്മൾ കിണറ് കെട്ടി എന്റെ കിണറ് എന്ന് അവകാശപ്പെടും. പക്ഷെ അത് വറ്റിപ്പോയാലോ എന്ന് ചോദിക്കുക. പിന്നെ ഇങ്ങോട്ട് നമ്മൾ എന്റെ വീട് എന്നിങ്ങനെയൊക്കെ അവകാശവാദങ്ങൾ പുലർത്തുന്നു. എന്റെ മകൻ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ അച്ഛൻ, എന്റെ അമ്മ, ഇവരുടെ ഒന്നും കാര്യത്തിൽ നമുക്ക് പക്ഷേ സ്വാതന്ത്ര്യമില്ല. അവരുടെ ചിന്താഗതി നാളെ മറ്റന്നാൾ മാറി മറയും എന്ന് പറയും. മിക്കവാറും കുടുംബങ്ങളിലൊക്കെ ഭാഗം വെക്കലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബഹളങ്ങളാണ്. പല അച്ഛനമ്മമാരും അങ്ങേറ്റം വേദനിച്ചു പോകും. സ്വാമി പലപ്പോഴും ഈ ഭാഗം വെക്കലുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനമ്മമാരോട് പറയാറുണ്ട്, ഒക്കെ അങ്ങോട്ട് എഴുതി കൊടുക്കരുത്. ലീഗലി നിയമപരമായിട്ട് ഒക്കെ എഴുതി കൊടുക്കരുത്. എല്ലാം കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും തോന്നുന്നത് നല്ലത് തന്നെ. പക്ഷേ കാലശേഷം എന്നിങ്ങനെയൊക്കെ എഴുതി വെക്കണം. ഇല്ലെങ്കിലോ അവര് ചിലപ്പോൾ നാളെ മറ്റന്നാൾ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ നിയമപരമായിട്ട് ഇറങ്ങി പോവേണ്ടതായിട്ട് വരും. ഈ കാലശേഷം എന്ന് എഴുതി വെച്ചാലും അത്ര ധൈര്യപ്പെടാൻ പറ്റില്ല. ചിലപ്പോൾ മക്കൾ തട്ടിക്കളയാനും സാധ്യതയുണ്ട് എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദുരവസ്ഥകൾക്ക് മധ്യേ ഭഗവാൻ കൃഷ്ണൻ സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിച്ചിട്ടുണ്ട്. കൃഷ്ണന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു പ്രയോഗം വളരെ ചിന്തനീയമാണ്, ആലോചിക്കേണ്ടതാണ്. കൃഷ്ണന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു പ്രയോഗം കുചേലവൃത്തത്തിലുണ്ട്. രാമപുരത്ത് വാര്യർ എഴുതിയ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ എന്തുകൊണ്ടോ ശൗരി കണ്ണു നിരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിലുള്ള ധ്വനി ഇതാണ്: കൃഷ്ണൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. കരയാനേറെ കാര്യങ്ങൾ കൃഷ്ണന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പിറന്നു വീണത് മുതൽ, പിറന്നു വീണത് കാരാഗൃഹത്തിലാണ്. പിന്നെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കൃഷ്ണനെ കൊല്ലാനുള്ള പല നടപടികളും ഉണ്ടായിട്ടുണ്ട്. പൂതനയിൽ നിന്ന് ആരംഭിച്ച് തൃണാവർത്തനിലൂടെയൊക്കെ പുരോഗമിക്കുന്നു. ജീവിതത്തിലുടനീളം പ്രതിസന്ധികളുടെ തേർവാഴ്ചയായിരുന്നു. പക്ഷെ ഒരിക്കലും കണ്ണൻ കരഞ്ഞിട്ടില്ല. കുചേലനെ കണ്ട സമയത്ത് കണ്ണുനീരണിഞ്ഞു എന്നുള്ളതാണ് ആ സന്ദർഭത്തിന്റെ ചില പാഠങ്ങൾ. അതിലേക്ക് നമുക്ക് ഇപ്പൊ പോകേണ്ട കാര്യമില്ല. ജീവിതത്തിലുടനീളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ധാരാളമായിട്ടുണ്ടായിട്ടും കണ്ണൻ കരഞ്ഞില്ല. മായാമാധവന്റെ മുഖത്ത് മായാതെ നിലനിന്നു പോന്ന പുഞ്ചിരിയുടെ രഹസ്യം എന്താണ് എന്ന് നമ്മൾ ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു എന്ന് വിചാരിക്കുക. ഹേ പ്രഭു, അങ്ങേക്ക് വിലപിക്കാൻ ഏറെ കാരണങ്ങൾ ഉണ്ടായിട്ടും അങ്ങ് എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് അനുഭവങ്ങളെ, ജീവിതത്തെ നേരിട്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ പറയും, എന്റെ പുഞ്ചിരിയുടെ മായികമായ പുഞ്ചിരിയുടെ മായാത്ത മായാമാധവന്റെ പുഞ്ചിരിയുടെ രഹസ്യം അത് ഭഗവത്ഗീതയിലുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മൾ ഭഗവത്ഗീത പഠിക്കണം.
ഭഗവത്ഗീത പഠിച്ചാൽ എന്താ ഗുണം? എന്റേതെന്ന് വളച്ചു വെച്ച് ചിന്തിക്കാതെ ഞാനെന്ന നമ്മെ ഭരിക്കുന്ന, നമുക്ക് ഭാരം മാത്രം സമ്മാനിക്കുന്ന അഹന്തയില്ലാതെ ജീവിതത്തെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കും. അതിന് ഭഗവാൻ ചില പാഠങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഈ പാഠങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ശങ്കരാചാര്യർ പറയുകയാണ്, അർജുനന്റെ ഒരു അവസ്ഥയ്ക്ക്, സങ്കടത്തിന് എന്താ ഒരു പരിഹാരമുള്ളത്? ആത്മജ്ഞാനമല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല തന്നെ. അതുകൊണ്ട് ഭഗവാൻ അർജുനന് ആത്മജ്ഞാനം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് ശങ്കരാചാര്യ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അടിസ്ഥാനപരമായി വേണ്ടത് ആത്മജ്ഞാനമാകുന്നു. എന്താണ് ആത്മജ്ഞാനം? ആത്മജ്ഞാനം ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളിൽ പറഞ്ഞു വെച്ചത് വിസ്തരിച്ച് വിചാരം ചെയ്ത് അറിയേണ്ടതാണ്. ലളിതമായിട്ട് 2-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ സംഗ്രഹിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് 25 വരെയുള്ള ശ്ലോകങ്ങളിൽ 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽ 25 വരെ കുറച്ച് വിസ്തരിച്ചും പ്രതിപാദിക്കുന്നു. ഇവിടെ നമ്മളൊക്കെ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താ കാര്യം? നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. ഇങ്ങനെയാണ് ഉപദേശം പുരോഗമിക്കുന്നത്. ഹേ അർജുന, ഞാൻ ഇല്ലാതിരുന്നു എന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഈ കാണുന്ന ഭീഷ്മ ദ്രോണാദികളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ എല്ലാ കാലവും ഉണ്ടായിരുന്നു. ഇനി മേലിലും അങ്ങനെ തന്നെയാണ് അർജുന. ഞാൻ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയില്ല, താൻ ഇല്ലാതായി പോകുന്ന അവസ്ഥയില്ല, ജനാധിപന്മാരും ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയില്ല. ഇവിടെ ഭഗവാൻ ഞാൻ ശരീരമാണ് എന്ന ചിന്തയെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ ശരീരത്തിന് അസ്ഥി ജായത്തെ വർദ്ധത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ വിനശ്യതി എന്നിങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഈ ശരീരം അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു. പിന്നെ പ്രസവിക്കപ്പെട്ട ശേഷം അത് ക്രമത്തിൽ വളർന്നു വന്നു. പിന്നെ ആ ശരീരത്തിന് പലതരത്തിലുള്ള പരിണാമങ്ങളും പരിഷ്കാരവും ഒക്കെ സംഭവിച്ചു. പിന്നെ അത് ക്രമേണ വാർദ്ധക്യാവസ്ഥയെ പ്രാപിക്കുന്നു. കുറച്ചു കഴിഞ്ഞാൽ ഈ ശരീരം മരവിച്ചു പോകും. അതിനെയാണ് മരിച്ചു പോവുക എന്ന് പറയുന്നത്. മരവിച്ചു പോകും. അത് കഴിഞ്ഞാൽ അതെടുത്ത് കത്തിച്ച് കളയണം, അല്ലെങ്കിൽ കുഴിച്ചിടണം, ജീർണിച്ചു പോകും. പക്ഷേ അപ്പോഴും ആത്മാവിന് മരണമില്ല. ഈ കാര്യം ഭഗവത്ഗീത അറിയിക്കുന്നു. ഇതറിഞ്ഞാൽ എന്താ ഗുണം? ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുഃഖം ഉണ്ടാവില്ല. എന്താ കാരണം? ഇതറിഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഞാൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുച്ഛമായ അഹന്ത ഉണ്ടാവില്ല. തുച്ഛമായ കാര്യങ്ങളെ കുറിച്ച് ഇത് എന്റേത് എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. പക്ഷെ ആത്മാവിനെ ഇങ്ങനെ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കുമൊക്കെ അപ്പുറത്ത് അറിയാൻ വേണ്ടി നാം നമ്മെ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ക്രമത്തിൽ പരിഷ്കരിച്ചു കൊണ്ടുവരണം. എങ്ങനെയാണ് നാം നമ്മെ അറിയാനുള്ള ഒരു മാനസികാവസ്ഥ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മെ അഭ്യസിപ്പിക്കേണ്ടത്? ഈ വിഷയമാണ് ഭഗവത്ഗീതയിൽ ചിട്ടയോടെ പറഞ്ഞു തരുന്നത്. അത് നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടും പോലെയാണ്.
ഭഗവത്ഗീത പറയുന്നു, നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കാൻ തീരുമാനിക്കരുത്, ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ ആ ചെയ്യുന്നത് എങ്ങനെ വേണം ചെയ്യാൻ? ചെയ്യുന്നത് യജ്ഞമായിട്ട് ചെയ്യണം. എന്താ യജ്ഞമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം? യജ്ഞമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവനെ ഉദ്ധരിച്ച് സൂചിപ്പിക്കട്ടെ, കാരണം അത് നമുക്കൊക്കെ സുപരിചിതമായിട്ട് ആയിരിക്കും ഒരു പ്രയോഗം. ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ ജീവിതത്തിന് ഗംഭീരമായ മാർഗദർശനം നൽകുന്നത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നാണ്. വാസ്തവത്തിൽ ഗീത ഉപദേശിച്ചിട്ടുള്ള സകല ധാർമ്മിക പാഠങ്ങളും ധർമ്മ പാഠങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ ലളിതമായി സംഗ്രഹിച്ചിരിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ സുഖം ലക്ഷ്യമാക്കി പ്രയത്നിച്ചോളൂ, അതിലൊരു തെറ്റുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് അപരന് സുഖത്തിനായി വരേണം. ഇവിടെ അപരൻ എന്ന് പറയുന്നത് കുടുംബത്തിലുള്ള മറ്റുള്ളവരെ ഉദ്ദേശിച്ചാണ്, അയൽക്കാരെ ഉദ്ദേശിച്ചാണ്, സകലരെയും ഉദ്ദേശിച്ചാണ്, സകല ജീവജാലങ്ങളെയും ഉദ്ദേശിച്ചാണ്, പ്രകൃതിയെയും ഉദ്ദേശിച്ചാണ്. അങ്ങനെ ഒരു ദൂരക്കാഴ്ച ജീവിതത്തിൽ പുലർത്താൻ സാധിക്കുന്നത് ഒരു ഉത്തമ മൂല്യമാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. എന്താ കാരണം? ഭഗവത്ഗീതയിൽ വളരെ വിസ്തരിച്ച് പ്രതിപാദിച്ച കാര്യം നാരായണ ഗുരുദേവൻ ലളിതമായി ചൂണ്ടിക്കാണിക്കുന്നു. അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിലകമേ പലതല്ലതേകമാകും. ഓരോരുത്തരും അവരവരുടെ ശരീരേന്ദ്രിയ മനോബുദ്ധികളുടെ താതാത്മ്യത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ 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 എന്ന് പറയുന്നില്ലേ, അത് പലതല്ല, ഒന്നാണ്. എപ്രകാരമാണോ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളിൽ ഒരേ വൈദ്യുതി, ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരേ ചൈതന്യമാണ്, ആത്മതത്വമാണ്, ഈശ്വരനാണ്. ഇത് ഓർമ്മിക്കണം. അത് പല്ല് തേക്കുന്നിടത്തും കുളിക്കുന്നിടത്തും ഭക്ഷണം തയ്യാറാക്കുന്നിടത്തും വിളമ്പുന്നിടത്തും കഴിക്കുന്നിടത്തും ഒക്കെ ഇത് ഓർമ്മിക്കണം എന്നുള്ളതാണ് ഗീതാപാഠം. അങ്ങനെ നമ്മൾ പല്ല് തേക്കുമ്പോൾ, കുളിക്കുമ്പോൾ, ഭക്ഷണം തയ്യാറാക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വിവിധ ജോലികളിൽ ഏർപ്പെടുമ്പോൾ നാം യജ്ഞം ചെയ്യുന്നു എന്നാണ് പറയുക. അങ്ങനെയുള്ള യജ്ഞം കൊണ്ട് അഹന്തയെ ജയിക്കാൻ സാധിക്കും, മമതയെ ജയിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും വ്യാവഹാരിക ലോകത്തിൽ ആധാരം വേണം, ആധാർ കാർഡും വേണം. ആധാരം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ സ്വത്ത്, ഇതൊക്കെ എന്റേതാണ് എന്ന് വേലി കെട്ടി തിരിക്കലും, അതുപോലെ തന്നെ അതിന്റെ ആധാരം അത് സൂക്ഷിക്കലും ഒക്കെ ലീഗലി നിയമപരമായിട്ട് നമ്മൾ ചെയ്യണം. പക്ഷെ എന്റേത് എന്ന് പറയാൻ എനിക്ക് എന്ത് അവകാശം? മരിച്ചു കഴിഞ്ഞാൽ ആകെ 6 അടി മണ്ണേ വേണ്ടൂ എന്ന് അവര് പ്രതീകാത്മകമായിട്ട് പറയും. അത്രയല്ലേ വാസ്തവത്തിൽ ആവശ്യമുള്ളൂ. അത് പിന്നെ ഇതൊക്കെ നേരത്തെ ആരുടേതായിരുന്നു? എന്റെ മരണശേഷം ഇതൊക്കെ ആരുടേതായിരിക്കും? നമ്മുടെ പ്രശസ്തമായ ഒരു ഉപനിഷത്ത് ചോദിക്കുന്നു, കസ്യ സിദ്ധനം, ഇതൊക്കെ ആരുടേതാ? അപ്പൊ അങ്ങനെയുള്ള ഒരു അവകാശവാദത്തെ നമുക്ക് ക്രമേണ ജയിക്കാൻ സാധിക്കും നിയമപരമായിട്ട് നമ്മൾ രേഖകളും ആധാർ കാർഡും ആധാരവും ഒക്കെ കയ്യിൽ വെക്കുമ്പോഴും. അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്, നിമിത്തമാത്രം ഭവ സവ്യസാക്ഷി, നീ ഒരു നിമിത്തം മാത്രമാണ്. ഞാൻ ചെയ്യുന്നു എന്ന അവകാശവാദം ഉപേക്ഷിക്കൂ. ഭഗവാൻ പറയുന്നത് ഭീഷ്മ ദ്രോണാദികളെയൊക്കെ ഞാൻ കൊന്നു കഴിഞ്ഞു എന്നാണ്. മയൈവേതേ നിഹതാഃ പൂർവമേവ, ഇവരെയൊക്കെ ഞാൻ വധിച്ചു കഴിഞ്ഞു അർജുന, നീ ഒരു നിമിത്തമായിരിക്കും. അപ്പൊ ആത്മാവിനെ സംബന്ധിച്ചുള്ള ആഴമുള്ള ബോധം, എല്ലാവരിലും ഒരേ ഈശ്വര ചൈതന്യമാണ് പരിലസിക്കുന്നത് എന്ന ബോധം, ഞാൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി ചെയ്യുന്നത് അപരന് ഉപദ്രവമാകരുത് എന്ന ഒരു തത്വ ദീക്ഷ,
ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓർമ്മയോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യജ്ഞമായി മാറും. ഇങ്ങനെ ഏറെക്കാലം യാജ്ഞിക ജീവിതം നയിച്ചാൽ, യജ്ഞജീവിതം നയിച്ചാൽ ഭഗവാൻ പറയുന്നു നമുക്ക് ശുദ്ധി ഉണ്ടാവും. ആ ശുദ്ധിയാകട്ടെ ആത്മബോധത്തിന് സഹായകമാവും. ഇങ്ങനെ ആത്മബോധം നേടിക്കഴിഞ്ഞാലോ, ആത്മബോധം നേടിക്കഴിഞ്ഞാലുള്ള ഒരവസ്ഥ എന്താണ്? പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരൽപ്പനേരം അറിവപരപ്രകൃതിക്കധീനമായാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. നമ്മുടെയൊക്കെ ജീവിതം കഷ്ടം നിറഞ്ഞതാണ്. സമയം പോകുന്നേ ഇല്ല. ഒരുപാട് സമയമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. വലിച്ചഴക്കേണ്ടതായിട്ട് വരുന്നു. ഭയങ്ങളും സങ്കടങ്ങളും ഒക്കെ നിരന്തരം നമ്മെ വേട്ടയാടുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ആത്മബോധം നേടിക്കഴിഞ്ഞാലോ എത്രയോ സഹസ്രാബ്ദങ്ങൾ നിമിഷ നേരമായിട്ട് നമുക്ക് തോന്നുമത്രേ. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ട് അല്പനേരം. അങ്ങനെയുള്ള സാക്ഷാത്കാരം നേടിയവരാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ശങ്കര ഭഗവത്പാദരും വിവേകാനന്ദ സ്വാമികളും ഭഗവാൻ രമണ മഹർഷിയും ഒക്കെ ഈ ഒരു അറിവിന്റെ നിറവിൽ അഭിരമിച്ചവരാണ്. അങ്ങനെ ഒരു ബോധ്യമുണ്ടായാൽ പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവച കർമ്മണി. 3 ലോകത്തിലും അർജുന എനിക്ക് നേടാനൊന്നുമില്ല, എനിക്കൊന്നും നഷ്ടപ്പെട്ടു പോവാനുമില്ല. കാരണം എന്താണ്? ആത്മബോധം നേടിയ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഞാനാണ്, എല്ലാം എന്റേതാണ്. അങ്ങനെയുള്ള ആനന്ദത്തിന്റെ നിറവിലും അനുഭൂതിയിലും വർത്തയേവച കർമ്മണി, എന്നിട്ടും ഞാൻ തുടർന്നും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ആചാര്യന്മാരെയും നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. തത്വബോധം നേടി ആനന്ദത്തിൽ അഭിരമിക്കുന്ന ആചാര്യന്മാര് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നില്ല. അവര് വളരെ കാരുണ്യത്തോടെ ലോക കല്യാണത്തിന് വേണ്ടി പ്രസംഗിച്ചുകൊണ്ടും ഉപദേശങ്ങൾ നൽകിക്കൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്നു. അപ്പൊ അറിവിന് ശേഷവും യാജ്ഞിക ജീവിതം തന്നെ തുടരും എന്നുള്ളതാണ് വസ്തുത. അറിവിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ഈ ഒരു ഓർമ്മയോടുകൂടി ചെയ്യുക. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരാർപ്പണമായി ചെയ്യുക. ഭഗവാൻ അങ്ങനെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഹേ അർജുന, നീ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ എനിക്ക് അർപ്പണമായിട്ട് ചെയ്യൂ. അവിടെ നിനക്ക് ഞാൻ എന്നുള്ള ചിന്തയെ അതിക്രമിക്കാൻ സാധിക്കും, എന്റേതെന്നുള്ള ചിന്തയെ അതിക്രമിക്കാൻ സാധിക്കും. യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത്തപസ്യസി കൗന്തേയ തത്കുരുഷ്വ മദർപ്പണം. എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നു, എന്തെന്ത് യാഗങ്ങൾ അനുഷ്ഠിക്കുന്നു, എന്തെന്ത് ഭക്ഷണം കഴിക്കുന്നു, എന്തെന്ത് ദാനം ചെയ്യുന്നു, എന്തെന്ത് തപസ് ചെയ്യുന്നുവോ എല്ലാം എനിക്ക് അർപ്പണമായിട്ട് ചെയ്യൂ. ഇപ്പൊ കൃഷ്ണാർപ്പണമസ്തു, ദേവ്യൈ അർപ്പണമസ്തു എന്ന ഒരു ചിന്തയോടുകൂടി. ഇനി അങ്ങനെ ഒരു ഈശ്വരനിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലോ പരോപകാരാർത്ഥം ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയാം. നമ്മൾ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ എന്ന ചിന്തയോടെ. കാരണം അവർക്ക് ഉപകാരപ്പെടുമ്പോൾ അത് പരോക്ഷമായി നമുക്ക് തന്നെയാണ് ഉപകാരം ചെയ്യുന്നത്. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖമായി കിടന്നു ചെയ്യുന്ന അപചയകർമ്മം അവനു വേണ്ടി മാത്രം. നാരായണ ഗുരുദേവൻ ഒരു കൃപാലുവിനെയും കൃപണനെയും വകതിരിച്ചു കാണിക്കുകയാണ്. കൃപാലു അഹർനിശം അപരനു വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ കൃപണനാകട്ടെ തത്വബോധമില്ലാത്ത, എല്ലാവരിലും ഒരേ ആത്മചൈതന്യമാണ് പരിലസിക്കുന്ന എന്ന് അറിയാത്ത കൃപണൻ അവനവന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ച് മറ്റൊരിടത്ത് നാരായണ ഗുരുദേവൻ പറയുന്നു, എരി നരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു. ഭഗവത്ഗീത 16-ാം അധ്യായത്തിൽ ഇതാണ് വിസ്തരിച്ചത്. അവരെ എരി നരകാബ്ധിയിൽ വീണെരിയും. അശുഭാൻ ആസുരീഷ്വേവ യോനിഷു. അവരെ ഞാൻ വീണ്ടും വീണ്ടും അസുര യോനിയിൽ തന്നെ തള്ളിക്കളയും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജീവിതങ്ങളെ നരകങ്ങളാക്കാതെ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ചിന്തയെ അപ്പോൾ നിരാകരിച്ചുകൊണ്ട്
സർവരിലും പരിലസിക്കുന്ന ചൈതന്യം ഏകമാണ്. അങ്ങനെയുള്ള ഒരു ഈശ്വര അവബോധത്തോടുകൂടി ആ ഈശ്വരന് സേവയായി പരജന സേവനമായിട്ട് ജീവിതത്തെ മാറ്റുകയാണെങ്കിൽ, നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ഈ പ്രകാരം ഘടിപ്പിക്കാമെങ്കിൽ നാം ഭഗവത്ഗീതയെ ജീവിക്കുന്നു എന്ന് പറയാം, യജ്ഞജീവിതം നയിക്കുന്നു എന്ന് പറയാം. അത് നമുക്ക് ശുദ്ധിയും ഭാരരാഹിത്യവും സങ്കടമുക്തിയും ആത്മജ്ഞാനത്തിന്റെ സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യും. ഇപ്രകാരം ഭഗവത്ഗീത അനുസരിച്ച് ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കുമാറാകട്ടെ. വിശേഷിച്ചും പരസ്പര കലഹത്തിൻ്റെയും കലാപങ്ങളുടെയും അന്താരാഷ്ട്ര യുദ്ധങ്ങളുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ, അതിൻ്റെയൊക്കെ ഒരു ഭീതിയിലാണ് നമ്മളെല്ലാവരും കഴിയുന്നത്. ഈ സമയത്ത് ഗീതാ ദർശനം, സർവസമാശ്ലേഷിയായ ദർശനം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹിക്കുന്ന ദർശനം, അത്തരം ദർശനങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. അത് പഠിക്കാനും അത് ഉപദേശിക്കുന്ന വിവിധ മൂല്യങ്ങളെ ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. ഇത്തരം വേദികൾ ആ വിഷയത്തിൽ ഏറെ ഉപകാരം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആത്മീയ സദസ്സിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഗ്രാമോത്സവത്തെ വിഭാവനം ചെയ്ത സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും പ്രഭാഷണത്തിന് ക്ഷണിച്ചതിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടും നിങ്ങളിൽ ഏവരിലും പരിലസിക്കുന്ന ചൈതന്യത്തിന് മുന്നിൽ, ശ്രീനാരായണ വൈഭവത്തിന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഉപസംഹരിക്കുന്നു. കഴിഞ്ഞു.